കാട്ടുവാസിയായ ഈ കുട്ടി ആർലോയുടെ കാലിൽ കടിക്കുന്നു. വേദന കാരണം ആർലോ ബാലൻസ് തെറ്റി വീഴുന്നു. ആ കുട്ടി ഉടനെ അവന്റെ ദേഹത്തുകൂടി ക്ലിഫിന്റെ മറുവശത്തെത്തുന്നു. എന്നിട്ട് അവൻ ആർലോയെ തിരിഞ്ഞു നോക്കി ചിരിച്ചുകൊണ്ട് അവന്റെ പുറകിലായി ഒത്തിരി ഫ്രൂട്ട്സ് ഉള്ള ഒരു ചെടി നിൽക്കുന്നത് കാണിച്ചു കൊടുക്കുന്നു. ആർലോ ഒരു വിധത്തിൽ ആ ക്ലിഫിന്റെ മുകളിലേക്ക് കയറുന്നു. എന്നിട്ട് ആ ഫ്രൂട്ട്സ് കഴിക്കാൻ തുടങ്ങുന്നു. പെട്ടെന്ന് ഒരു പാമ്പ് അവന്റെ മുഖത്ത് വന്ന് വീഴുന്നു. ആർലോ അത് കണ്ട് പേടിക്കുന്നു. അവനും ആ പാമ്പും ക്ലിഫിൽ നിന്ന് താഴേക്ക് വീഴുന്നു. പാമ്പ് ഭീകരമായ ഭാവത്തോടെ ആർലോയുടെ നേരെ വരുന്നു. പെട്ടെന്ന് ആ കുട്ടി പാമ്പിന്റെ മുന്നിലേക്ക് ചാടുന്നു. എന്നിട്ട് അത് പ്രതീക്ഷിക്കാത്ത ടൈമിൽ അതിനെ അറ്റാക്ക് ചെയ്യുന്നു. പേടിച്ചുപോയ പാമ്പ് അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. അതിനുശേഷം ആ കുട്ടി തറയിലുണ്ടായിരുന്ന ഒരു കുഴിയിൽ ഊതുന്നു. അപ്പോൾ ഒരു ഗോഫർ കുഴിയിൽ നിന്ന് പുറത്തു വരുന്നു. അത് കണ്ട ആർലോയും ഒരു കുഴിയിൽ ഊതുന്നു. അപ്പോൾ നൂറുകണക്കിന് ഗോഫേഴ്സ് പുറത്തേക്ക് വരുന്നു. എന്നിട്ട് അവ അവന്റെ ദേഹത്തേക്ക് കയറാൻ തുടങ്ങുന്നു. ആർലോ അവിടെ നിന്ന് പേടിച്ചോടുന്നു. പിന്നീട് അവർ തറയിൽ കുറെ പഴുത്ത ഫ്രൂട്ട്സ് കിടക്കുന്നത് കാണുന്നു. ആർലോ അത് കഴിക്കുന്നു. ആ കുട്ടിയെയും കഴിക്കാൻ പറയുന്നു. പക്ഷെ അതിന്റെ ഫലമെന്നോണം ആ ഫ്രൂട്ടിന്റെ എഫക്ട് കാരണം രണ്ടുപേർക്കും ഹാലൂസിനേഷൻ ഉണ്ടാവുന്നു. അതിൽ അവരുടെ രണ്ടുപേരുടെയും ബോഡി അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആയി അവർ സന്തോഷത്തോടെ അന്തരീക്ഷത്തിൽ പറന്ന് നടക്കുന്നു. കുറെ സമയത്തിന് ശേഷമാണ് അവർ നോർമലായി മാറിയത്. അതിനുശേഷം അവർ നടന്നു പോകുമ്പോൾ ആർലോ പുല്ലിൽ തന്റെ വാലുകൊണ്ട് ഇളക്കി മിന്നാമിനുങ്ങളെ പറത്തുന്നു. അത് കണ്ട കുട്ടി അതിശയത്തോടെ അത് നോക്കി നിൽക്കുന്നു. അവർക്കിടയിൽ തിരിച്ചറിയാനാകാത്ത ഒരു ബന്ധം രൂപപ്പെടുന്നു.